അസൈലം ബാങ്കിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ബൾക്ക് വേക്കൻസീസുമായിട്ടാണ് നമ്മളുടെ ഈ കൊല്ലത്തെ SBI ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. എല്ലാവരും നോട്ടിഫിക്കേഷന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും രേവതി മിസ് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണുക. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും നോട്ടിഫിക്കേഷന്റെ PDF ഡൗൺലോഡ് ചെയ്ത് വായിച്ചിരിക്കണം. നമ്മൾ എഴുതാൻ പോകുന്ന എക്സാംസിനെ പറ്റിയിട്ട് നമുക്ക് അത്യാവശ്യം എന്തുണ്ടായിരിക്കണം? അറിവുണ്ടായിരിക്കണം. ഇനി നമ്മളുടെ അടുത്ത കടമ്പ എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. അതും തെറ്റുകൂടാതെ ഫില്ല് ചെയ്യുക. കാരണം നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും നമ്മളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. സോ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് വേണം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് കടക്കാം. എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം എന്ന് തൊട്ട് എന്ന് വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? 17/12/2024 മുതൽ 2025 ജനുവരി മാസം 7-ാം തീയതി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. നമ്മൾ ജനുവരി 7 വരെ ഉണ്ടല്ലോ, ഒരുപാട് സമയമുണ്ടല്ലോ എന്ന് കരുതി ലാസ്റ്റ് ടൈമിൽ അപ്ലൈ ചെയ്യാൻ നോക്കിയാൽ സൈറ്റ് റഷ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ ഏത് സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യണം? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്, നമ്മുടെ കേരളത്തില് ഈ കൊല്ലം 426 വേക്കൻസി ഉണ്ട്. നമ്മൾ വേറൊരു സ്റ്റേറ്റ് തപ്പി പോകേണ്ട കാര്യം ശരിക്കും പറഞ്ഞാൽ നമുക്കില്ല, അല്ലെ? അപ്പൊ നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് അറിവുണ്ടായിരിക്കണം. നോട്ടിഫിക്കേഷനകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്ന് നോക്കിക്കേ. The candidates applying for the vacancies of a particular state should be proficient in reading, writing and speaking. അതേപോലെ തന്നെ നമ്മളുടെ ടെസ്റ്റ് ഫോർ ദി നോളജ് ഓഫ് സ്പെസിഫൈഡ് ഓപ്റ്റഡ് ലോക്കൽ ലാംഗ്വേജ് വിൽ ബി കണ്ടക്ടഡ് ആസ് എ പാർട്ട് ഓഫ് ദി സെലക്ഷൻ പ്രോസസ്. നമുക്ക് ക്ലറിക്കൽ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, അതിനുശേഷം ഇന്റർവ്യൂ ഇല്ല. നമുക്കൊരു LPT ഉണ്ടാകും, ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ 10-ലോ +2-ലോ ഒക്കെ നമ്മളുടെ ഈ ലോക്കൽ ലാംഗ്വേജ്, ഇപ്പം നമുക്ക് നമ്മുടെ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് മലയാളമാണ്. നമ്മളുടെ 10-ലെ സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ +2-ലെ സർട്ടിഫിക്കറ്റിൽ നമുക്ക് മലയാളം പഠിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കില്ല? ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കില്ല. ഇവിടെ എടുത്ത് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം, നമുക്ക് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ഇല്ല. there is no provision for inter circle transfer or inter state transfer for junior associate. SBI ക്ലർക്ക് നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ തന്നെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ഇല്ല. ആ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കുക. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഏത് സ്റ്റേറ്റ് വേണം, നമുക്ക് നമ്മുടെ സർക്കിളിൽ തന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, യെസ്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കിക്കേ. Candidates can apply online and no other mode of application will be accepted. നമുക്ക് ഓൺലൈനിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പം നമുക്ക് നമ്മുടെ സൈറ്റ് പറഞ്ഞിട്ടുണ്ട് www.sbi.co.in. അതിൽ കരിയേഴ്സ് ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെ അപ്ലൈ ചെയ്യണം? അപ്ലൈ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിന്റെ ലാസ്റ്റ് ആദ്യം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്നതിലേക്ക് കടക്കാം. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ കുറച്ച് ഡോക്യുമെന്റ്സ് നമ്മൾ കരുതി വെക്കണം. ഇത് എല്ലാ ബാങ്ക് എക്സാംസിനും നിങ്ങൾക്ക് എന്താണ് ഹെൽപ്ഫുൾ ആണ്. സോ ഈ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർ ഇത് നിങ്ങൾ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ മെയിലിൽ അറ്റാച്ച് ചെയ്തിട്ടേക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മളുടെ റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം. അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പൊ നമ്മളുടെ ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. നമ്മളുടെ സിഗ്നേച്ചർ, ഇതെല്ലാം നമുക്ക് ഓൺലൈൻ ആയിട്ടാണല്ലോ അപ്ലൈ ചെയ്യുന്നത്. സോ ഇതിന്റെ എല്ലാം സ്കാൻഡ് ഇമേജ് ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ദെൻ നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് തം ഇംപ്രഷൻ, ദെൻ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, അതേപോലെ തന്നെ നമ്മളുടെ ഡിഗ്രി, നമ്മളുടെ ഗ്രാജുവേഷന്റെ ഫൈനൽ പെർസെൻറ്റേജ് ഓഫ് മാർക്സ്, അതായത് നമുക്ക് എത്ര പെർസെൻറ്റേജ് മാർക്കുണ്ട്, അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് പാസിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ടത്. ഒരു കാര്യം, നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഞാൻ ഗ്രാജുവേഷന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് റിസൾട്ട് ഡിക്ലെയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡേറ്റും നിങ്ങളുടെ എത്ര പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾക്കുണ്ട് അത് എൻട്രി ചെയ്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ടൈമിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതിയാകും? സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാൽ മതിയാകും. ഓക്കെ,
ഓക്കെ, അപ്പൊ ഇതൊന്നും കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫോട്ടോഗ്രാഫ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ സൈസ് എന്തൊക്കെയാണ്, ഇത് ഓൾറെഡി നേരത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേ സ്പെസിഫിക്കേഷൻസ് ഒക്കെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. നോക്കിക്കേ, നമ്മളുടെ ഫോട്ടോഗ്രാഫിന്റെ സൈസ് അത് സെന്റിമീറ്ററിൽ പറയുകയാണെങ്കിൽ 4.5 സെന്റിമീറ്റർ ഇൻറ്റു 3.5 സെന്റിമീറ്റർ ആണ്. ഇനി അതേപോലെ തന്നെ നോക്കിക്കേ, ഫോട്ടോഗ്രാഫ് മസ്റ്റ് ബി ഓഫ് റീസെന്റ് കളർ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അവർ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് വൈറ്റോ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂവോ, വൈറ്റ് ആയിരിക്കും ഏറ്റവും നന്നാകുക. ഇനി അതേപോലെ തന്നെ നമ്മളുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ക്ലിയർ ആയിരിക്കണം, അല്ലാതെ പാതി മാത്രം കണ്ട് അങ്ങനെ. ഇപ്പം നമുക്ക് ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ഏത് സ്റ്റുഡിയോയിൽ പോയിട്ടാണോ ഫോട്ടോഗ്രാഫ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങളുടെ മെയിലിലൂടെ അയച്ചു തരാനായിട്ട് പറയുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന എല്ലാ എക്സാംസിനും എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ KB എന്ന് പറയുന്നത് ഡയമെൻഷൻ പിക്സൽസിലാണെങ്കിൽ 200 × 230 പിക്സൽസിലായിരിക്കണം. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ദി ഫയൽ ഷുഡ് ബി ബിറ്റ്വീൻ 20 KB to 50 KB. 20 KBക്കും 50 KBക്കും ഇടയിലായിരിക്കണം. ഒന്നെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നിടത്ത് തന്നെ ഈ ഒരു KBയിലാക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പറയാം. നമുക്ക് തനിയെ ഇത് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഇമേജ് നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ചുമ്മാ നിങ്ങൾ എന്ത് ചെയ്യുക, ഫയൽ ഇത്ര KBയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് ചുമ്മാ നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഫ്രീ ആയിട്ട് ഉള്ള സൈറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് അത് ത്രൂ എന്ത് ചെയ്യാവുന്നതാണ്, സൈസ് റീസൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി 50 KBക്ക് മുകളിലാണെങ്കിലും 20 KBക്ക് താഴെയാണെങ്കിലും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് എന്താകില്ല, അപ്ലോഡ് ആകില്ല. അപ്പോൾ സോ ഈ സൈസിൽ തന്നെ നിങ്ങൾ ഒരു തവണ ചെയ്തിട്ട് കഴിഞ്ഞാൽ മുന്നോട്ട് വരുന്ന എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾ ഇപ്പൊ ഏതാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ അത് തന്നെയായിരിക്കും നമ്മൾ എക്സാമിനേഷന്റെ സമയത്ത് കൊണ്ടുപോകേണ്ടി വരിക. സോ നിങ്ങൾ ഒരു 8 അല്ലെങ്കിൽ 10 കോപ്പി ഫോട്ടോ എടുത്ത് വെച്ചേക്കുക. കാരണം മുന്നോട്ടുള്ള എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് പ്രിലിംസിനും കൊണ്ടുപോകേണ്ടി വരും, മെയിൻസിനും കൊണ്ടുപോകേണ്ടി വരും, ജോയിനിങ്ങിന്റെ ടൈമിലും കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ സോ നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സമയത്തേക്ക് ഷോർട്ടേജ് ഉണ്ടാകില്ല. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താ പറഞ്ഞേക്കുന്നത്, അതേണ്ട അവരിവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതേ ഫോട്ടോ തന്നെ ആയിരിക്കും അടുത്ത ഇതിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടി വരിക. സോ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയാണ് ഫോട്ടോയുടെ കാര്യം. റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം. പിന്നെ സൈസസിന്റെ കാര്യം ഒന്ന് നോക്കുക. ഇനി അതേപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചറിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ടായിരിക്കണം സൈൻ ചെയ്യേണ്ടത്. ബ്ലൂ പെൻ പറ്റില്ല. ബ്ലാക്ക് ഇങ്ക് കൊണ്ട് വൈറ്റ് പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, സ്കാൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമ്മളുടെ സൈസ് എന്ന് പറയുന്നത് പിക്സൽസിലാണെങ്കിൽ 140/60 ആണ്. നമ്മളുടെ KB സൈസ് എന്ന് പറയുന്നത് 10 KB to 20 KB ആണ് സൈസ് വരിക. ഇനി 20 KBയിൽ കൂടുതലാണെങ്കിൽ അത് അപ്ലോഡ് ആകില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ സിഗ്നേച്ചർ ഒരിക്കലും എന്താകാൻ പാടില്ല, ക്യാപിറ്റൽ ലെറ്റേഴ്സിലാകാൻ പാടില്ല. ഇപ്പം എൻ്റെ പേര് അഞ്ജു എന്നാണ്. ഞാൻ ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി സൈൻ ചെയ്യാൻ പാടില്ല. ക്യാപിറ്റൽ ലെറ്ററിലാകാനായിട്ട് പാടില്ല നമ്മളുടെ സിഗ്നേച്ചർ. ഓക്കെ, ഇത് വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്രോപ്രിയേറ്റ് സൈസ് ആയിരിക്കണം, ക്ലിയർലി വിസിബിൾ ആയിരിക്കണം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അല്ലെ. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് ആ ഒരു ഫോട്ടോ കാണുമ്പോൾ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത ഇമേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. സോ സിഗ്നേച്ചറിന്റെ കാര്യം ഇത്രയാണ്. ഇനി അതേപോലെ തന്നെ നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് തം ഇംപ്രഷൻ, അതും ഈ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധിക്കുക. വൈറ്റ് പേപ്പർ വിത്ത് ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്ക്, അത് നമുക്ക് ഏത് ഇങ്ക് വേണേലും യൂസ് ചെയ്യാം അല്ലെ. ഇങ്ക് പാലറ്റിൽ നമുക്ക് ബ്ലൂ ഇങ്ക് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്തോ വൈറ്റ് പേപ്പറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ എടുക്കുക. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സ്കാൻ ചെയ്യാനായിട്ട്. ഇതെല്ലാം ഫയൽ സൈസ് എന്താ, JPG അല്ലെങ്കിൽ JPEG. നമ്മൾ നേരത്തെ സിഗ്നേച്ചറിന്റെ കാര്യം പറഞ്ഞതും JPG അല്ലെങ്കിൽ JPEG ഫയൽ ഫോർമാറ്റിലായിരിക്കണം. ഇവിടെ സൈസ് പറയുന്നത് 240/240 പിക്സൽസ് ആണ്. KB പറയുന്നത് 20 KB to 50 KB ആയിരിക്കണം. ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ മാത്രമേ അത് എന്താകത്തുള്ളൂ, അപ്ലോഡ് ആകത്തുള്ളൂ. ഓക്കെ, ഒരു സമയം ഇപ്പൊ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവര് ഒരു തവണ ഇത് സെറ്റ് ചെയ്ത് നിങ്ങളുടെ മെയിലിൽ അറ്റാച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. ഇനിയും ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. അപ്പൊ നിങ്ങൾ നേരത്തെ ചെയ്ത ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഉണ്ടാകുമല്ലോ, നമ്മൾ RRB POയ്ക്കും RRB ക്ലർക്കിനും IBPS POയ്ക്കും IBPS ക്ലർക്കിനും. അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് ശ്രദ്ധിച്ചോണം. നോട്ടിഫിക്കേഷൻ വായിച്ചവർക്ക് അറിയാം. അപ്പൊ അതിന്റെ സ്പെസിഫിക്കേഷൻസ് പറയാം.
ഇവിടെ നമ്മുടെ ഫയൽ ടൈപ്പ് എന്ന് പറയുന്നത് JPG ടൈപ്പ് ആണ്. പിന്നെ ഒരു കാര്യം, ഇംഗ്ലീഷിലായിരിക്കണം വിത്ത് വൈറ്റ് പേപ്പർ ആൻഡ് ബ്ലാക്ക് ഇങ്ക്. സിഗ്നേച്ചറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ എഴുതുക, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് പേപ്പറിൽ തന്നെ എഴുതുക. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതും എന്താകാൻ പാടില്ല, നമ്മളുടെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ പാടില്ല. നമ്മളുടെ റണ്ണിങ് ഹാൻഡ് റിട്ടൺ മീൻസ് നമ്മുടെ റണ്ണിങ് ലെറ്റേഴ്സിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എഴുതേണ്ടത്. നമ്മളുടെ സൈസ് എന്ന് പറയുന്നത് 800x400 പിക്സൽസ് ആണ്. KB എന്ന് പറയുന്നത് 50 KB-ക്കും 100 KB-ക്കും ഇടയിലാണ്. ഓക്കെ, അപ്പൊ ഈ സൈസ് ഒക്കെ വൺ ടൈം മാത്രം നിങ്ങൾ ചെയ്ത് വെച്ചാൽ മതി. ഇനി എന്താണ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ? നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നെയിം ഓഫ് ദി കാൻഡിഡേറ്റ്, ആരാണോ അപ്ലൈ ചെയ്യുന്നത് ആ ആളുടെ പേര് എഴുതുക. ഇവിടെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതണം. നമ്മൾ നേരത്തെ RRB-ക്കും അതേപോലെ തന്നെ IBPS PO-ക്കും ചെയ്തപ്പോൾ നമ്മൾ അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഈ ഡിക്ലറേഷൻ അത് നിങ്ങൾക്ക് തെറ്റ് വരരുത്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത അതേ ഡിക്ലറേഷൻ നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യരുത്. SBIക്ക് സെപ്പറേറ്റ് ഒരെണ്ണം മാറ്റിയിടുക. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇന്നതാണ് എന്ന് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഇവിടെ ഞാൻ വേണ്ട എൻ്റെത് എഴുതിയത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ അക്ഷരത്തിൽ എഴുതിയ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ നിങ്ങൾക്ക് ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് കൊടുത്തേക്കാണ്. I Anju R, date of birth, hereby declare that all the information submitted by me in the application form is correct, true and valid. I will present the supporting document as and when required. The signature, photograph and left thumb impression is of mine. That's it. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പൊ ആ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ സെപ്പറേറ്റ് നിങ്ങൾ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്ത് എഴുതി എന്ത് ചെയ്യുക, സ്കാൻ ചെയ്ത് വെക്കുക. സ്പെസിഫൈഡ് നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ സ്പെസിഫിക്കേഷൻസിൽ തന്നെ ചെയ്തു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മളുടെ SBIയുടെ അപ്രന്റീസ്ഷിപ്പ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ കരുതി വെക്കുക. നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 5 മാർക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ടൈം പീരീഡിലാണോ നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്തത് ആ ടൈം പീരീഡ് നമുക്ക് കൊടുക്കേണ്ടി വരും, അവിടുത്തെ സർട്ടിഫിക്കറ്റും കാണിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ? അപ്ലൈ ചെയ്തിട്ട് അടിപൊളിയായിട്ട് പഠിക്കണ്ടേ? നമുക്ക് ഫെബ്രുവരിയിലായിരിക്കും പ്രിലിംസ് വരിക. ഇപ്പോൾ SBI ക്ലർക്കിന്റെ മാത്രമേ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളൂ. ജനുവരി ഒരു പകുതി ആകുമ്പോഴത്തേക്കിന് നമ്മുടെ SBI POയുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നമ്മളുടെ കാര്യം അല്ലെങ്കിൽ നമ്മളുടെ ഭാഗം എന്ന് പറയുന്നത് ഇനിയും നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാ അല്ലെ. സോ നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ബാച്ച് ആണ് നമ്മുടെ SBI ക്ലർക്കിന് വേണ്ടിയിട്ട് സക്സസ് മന്ത്ര ബാച്ച്. നമ്മുടെ ക്ലാസ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. വളരെ കുറച്ച് ടോപ്പിക്സേ നമ്മൾ ആയിട്ടുള്ളൂ. അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് നമ്മളുടെ കൂടെ പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഫെബ്രുവരിയിൽ പ്രിലിംസ് ഉണ്ടാകും, മാർച്ചിൽ മെയിൻസ് ഉണ്ടാകും അല്ലെ. SBI POയുടെ പ്രിലിംസ് വരിക ഓൾമോസ്റ്റ് മാർച്ചിലായിരിക്കും. സോ ഏപ്രിലേക്ക് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, മെയിൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫീ എന്ന് പറയുന്നത് 4,999 ആണ്. നമ്മളുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് മാത്രം കരുതിയാൽ മതി. നമുക്ക് ഡെയിലി 3 to 4 hours ക്ലാസ്സസ് ഉണ്ടായിരിക്കും. വീക്ക്ലി 5 to 6 ആയിരിക്കും നമ്മളുടെ 5 to 6 ഡേയ്സ് ആയിരിക്കും നമ്മളുടെ ക്ലാസ്സസ് ഉണ്ടായിരിക്കാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കഴിഞ്ഞിട്ടില്ല, ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, എങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ SBI ക്ലർക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ SBIയുടെ സൈറ്റിലേക്ക് പോകുക. www.sbi.co.in എന്ന വെബ്സൈറ്റിലേക്ക് പോകുക. അവിടെ നിങ്ങൾക്ക് ടോപ്പ് റൈറ്റിലെ കരിയേഴ്സ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ജോയിൻ SBI, ദെൻ കറന്റ് ഓപ്പണിംഗ്സ്. അതിൽ നമുക്ക് നമ്മളുടെ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ അസോസിയേറ്റ് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ്. അപ്പൊ അതാണ് നമ്മളുടെ നോട്ടിഫിക്കേഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഡൗൺലോഡ് അഡ്വർടൈസ്മെന്റ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ നോട്ടിഫിക്കേഷൻ വായിക്കാത്തതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്ത് വായിക്കുക. അതിന് താഴെ അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ആൻഡ് ലോഗിൻ ഫോർ ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളുടെ ബേസിക് ഇൻഫോ ആണ് കൊടുക്കേണ്ടത്, തെറ്റാതെ കൊടുക്കുക. നമ്മളുടെ പേരും കാര്യങ്ങളും. നമ്മളുടെ SLCയുടെ ഒരു കോപ്പി എടുത്ത് കയ്യിൽ വെക്കുക. അതിൽ നിങ്ങളുടെ പേര് എങ്ങനെയാണോ അതുപോലെ തന്നെ തെറ്റാതെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ഫസ്റ്റ് നെയിം ക്ലിക്ക് ചെയ്യുക. ദെൻ അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, കൺഫേം ചെയ്യുക.
മിഡിൽ നെയിം ഉള്ളവരാണെങ്കിൽ മിഡിൽ നെയിം കൊടുക്കുക. ഇപ്പൊ എൻ്റെ പേര് അഞ്ജു ആർ, എനിക്ക് മിഡിൽ നെയിം ഇല്ല, സോ ഞാൻ ആ മിഡിൽ നെയിമിന്റെ പാർട്ടിൽ ഒന്നും ചെയ്തിട്ടില്ല. ദെൻ അഗെയിൻ ലാസ്റ്റ് നെയിം അതുപോലെ തന്നെ അത് കൺഫേം ചെയ്തു. ഇനി താഴേക്ക് നോക്കുമ്പോൾ നമ്മളുടെ മൊബൈൽ നമ്പർ ആണ് കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കുക, വർക്കിംഗ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക. ഇതിലേക്ക് നിങ്ങളുടെ മെസ്സേജസ് വരും. നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോം, അതായത് നമ്മളുടെ ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത് വരെ നമുക്ക് ഈ ഒരു നമ്പറിന്റെ ആവശ്യമുണ്ട്. നമ്പർ ആണെങ്കിലും മെയിൽ ഐ ഡി ആണെങ്കിലും സോ വർക്കിംഗ് ആയിട്ടുള്ളത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് തന്നെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫേം ചെയ്യുക. അതിനുശേഷം ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി, മാൻഡേറ്ററി അല്ല. അതേപോലെ തന്നെ നിങ്ങളുടെ മെയിൽ ഐ ഡിയും കൊടുക്കാം. ദെൻ ഏത് ഡൊമൈൻ ആണോ, നിങ്ങളുടെ ജിമെയിൽ ആണെങ്കിൽ ജിമെയിൽ, ഹോട്ട്മെയിൽ ആണോ അല്ലെങ്കിൽ യാഹു ആണോ അത് അതേപോലെ തന്നെ കൊടുക്കുക. കൊടുത്ത മെയിൽ ഐ ഡി എന്ത് ചെയ്യുക, വീണ്ടും കൺഫേം ചെയ്യാം. അതിനുശേഷം ഇവിടെ ക്യാപ്ച പറഞ്ഞിട്ടുണ്ട്, സോ അത് തെറ്റാതെ കൊടുക്കുക. സോറി, അത് നമ്മൾ താഴെയായിരുന്നു. ഓക്കെ, ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അവർ എടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. പിന്നെ അതിലൊരു എഡിറ്റ് പറ്റില്ല. സോ കൊടുത്ത മൊബൈൽ നമ്പരും നമ്മളുടെ പേരും അതേപോലെ തന്നെ മെയിൽ ഐ ഡിയും കറക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഓക്കെ കൊടുത്ത് മുന്നോട്ടേക്ക് പോകുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾക്കൊരു മെസ്സേജ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. സോ അത് വന്നോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ആയിരിക്കും അതിൽ കാണുക. ഇനിയും അടുത്ത സ്റ്റെപ്പിലേക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്യാനാണ്. ഓൾറെഡി നമ്മൾ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേണ്ട ഇവിടെ ഗൈഡ് ലൈൻസ് ഫോർ അപ്ലോഡിംഗ് ദി ഡോക്യുമെന്റ്സ് ഉണ്ട്, വേണമെങ്കിൽ അത് വായിച്ചു നോക്കാം. അതിലെ കാര്യങ്ങൾ തന്നെയാണ് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതിലെ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോയും സിഗ്നേച്ചറും ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഫോട്ടോ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. നമ്മളത് കറക്റ്റ് ആക്കിയാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം അയക്കുന്നത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. ഇവിടെ ഐ കൺഫേം കൊടുക്കുക, നമ്മുടെ സിഗ്നേച്ചർ ആണ് അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോയാണ് എന്നുള്ളതിൻ്റെ ഡയലോഗ് ബോക്സിൽ ടിക്ക് ചെയ്യുക. ദെൻ അടുത്തതിലേക്ക് പോവുക. ഇനി നമ്മളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നോക്കി കൊടുക്കുക. നമ്മൾ ഏത് സർക്കിളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ അഹമ്മദാബാദ്, അമരാവതി. അപ്പം നമ്മളുടെ കേരളമാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കിൾ ഏത് കൊടുക്കുക, ട്രിവാൻഡ്രം കൊടുക്കുക. ഓക്കെ, ഇനിയും നോക്കിക്കേ, നമുക്ക് സ്റ്റേറ്റ് ഓർ യൂട്ടി യു വാണ്ട് ടു അപ്ലൈ ഫോർ. നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണ്, നമ്മളുടെ കേരള സ്റ്റേറ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, ലാംഗ്വേജ് ഫോർ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ്. നമുക്കറിയാമല്ലോ നമ്മുടെ കേരളത്തിൽ ഏതാ ലാംഗ്വേജ് ഉള്ളത്, മലയാളം. ഇവിടെ ഡു യു ഹാവ് 10th or 12th സ്റ്റാൻഡേർഡ് മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ് എവിഡൻസിങ് ഹാവ് സ്റ്റഡീഡ് സ്പെസിഫൈഡ് ഓപ്റ്റഡ് ലോക്കൽ ലാംഗ്വേജ്. ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നമ്മുടെ 10th-ലോ +2-ലോ ഒക്കെ നമ്മൾ ഈ ലോക്കൽ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ സാധാ SLC ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളം ഒരു ലാംഗ്വേജ് ഉണ്ടാകും. +2-ലും നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ ചൂസ് ചെയ്തിട്ടുള്ളത്, സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യെസ് കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. ഇനി നോ കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്കിപ്പം വായിക്കാൻ അറിയാം. ഒരു പക്ഷേ നിങ്ങൾ CBSE ആയിരിക്കും പഠിച്ചിട്ടുണ്ടാകുക. അങ്ങനെ പഠിച്ചിട്ടുള്ളപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ചിലപ്പം സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരിക്കും എടുത്തിട്ടുണ്ടാകുക. അപ്പോൾ മലയാളം നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കാണിക്കാനില്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. അതിന് ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നേ ഉള്ളൂ. അത് വലിയ കാര്യമല്ല. നമുക്ക് മലയാളം അറിയാമെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. സോ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റിൽ കാണിക്കാനുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകുക. അതേപോലെ നമ്മുടെ കാറ്റഗറി വളരെയധികം ശ്രദ്ധിച്ചു കൊടുക്കുക. നിങ്ങൾ ജനറൽ കാറ്റഗറി ആണോ എങ്കിൽ ജനറൽ കൊടുക്കുക. EWS ആണ്, ഇപ്പം ജനറലിൽ തന്നെ EWS ആണ്. നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിലെ ഇന്ന ഡേറ്റ് എന്ന് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ EWS ആണെങ്കിൽ അത് കൊടുക്കുക. OBC നോൺ ക്രീമി ലെയർ ആണെങ്കിൽ മാത്രം OBC കൊടുക്കുക. ക്രീമി ലെയറിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറി തന്നെ കൊടുക്കാൻ പറ്റൂ. ദെൻ SC ആണെങ്കിൽ SC കൊടുക്കുക, ST ആണെങ്കിൽ ST കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ജനറൽ കൊടുത്ത് മുന്നോട്ടേക്ക് പോവാണ്. ഇനി
നോക്കിക്കേ, ഐ കൺഫേം ദാറ്റ് ഐ ആം ഇൻ പൊസഷൻ വിൽ പ്രൊഡ്യൂസ് EWS സർട്ടിഫിക്കറ്റ്. അത് നമുക്ക് ആവശ്യമില്ല, EWSകാർക്കാണ്. ദെൻ ആർ യു ട്രെയിൻഡ് അപ്രന്റീസ് ഓഫ് SBI? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു SBIയുടെ അപ്രന്റീസ്ഷിപ്പിന്റെ സെപ്പറേറ്റ് വിളിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അയച്ചിട്ടുണ്ട്. നിങ്ങൾ SBIയിൽ അപ്രന്റീസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഒരു 5 മാർക്ക് കിട്ടും. സോ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ യെസ് കൊടുക്കണം. യെസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏതൊക്കെ ഡേറ്റ് തൊട്ട് ഏതൊക്കെ ഡേറ്റ് വരെയാണ് നിങ്ങൾ അപ്രന്റീസ് ആയിരുന്നത്. അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുള്ളവർ യെസ് കൊടുക്കുക, ഇല്ലാത്തവർ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടോ? ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. ഇനി ആർ യു സഫറിംഗ് ഫ്രം സെർബർ പാലസി ഓർ റൈറ്റിംഗ് സ്പീഡ്? അങ്ങനെ ഉണ്ട്, അതൊന്നും നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ മറ്റേത് നോ കൊടുത്തത് കൊണ്ട് അതൊക്കെ ഡിസേബിൾ ആണ്. ഇനി നോക്കിക്കേ, നമുക്ക് സ്ക്രൈബിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതിന്റെ ആവശ്യമില്ല. ആർ യു എ പേഴ്സൺ വിത്ത് എ സ്പെസിഫൈഡ് ഡിസേബിലിറ്റി കവേർഡ് അണ്ടർ ദി ഡെഫിനിഷൻ ഓഫ്, അതായത് PWD ആണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. ദെൻ റിലീജിയൻ ടു വിച്ച് യു ബിലോങ്. അപ്പം നമ്മളുടെ റിലീജിയൻ ഏതാണ്? ഹിന്ദു ആണെങ്കിൽ ഹിന്ദു, ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻ. നമ്മൾ മൈനോറിറ്റിയിൽ ഉൾപ്പെടുന്നവരാണോ? ഡു യു ബിലോങ് ടു റിലീജിയസ് മൈനോറിറ്റി? ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. പിന്നെ നമ്മളുടെ സിറ്റിസൺഷിപ്പ്, നാഷണാലിറ്റി ഏതാണ്? ഇന്ത്യൻ. ആർ യു സീക്കിംഗ് ഏജ് റിലാക്സേഷൻ അണ്ടർ വിഡോ, ഡിവോഴ്സ്ഡ് വിമൻ ജുഡീഷ്യലി സെപ്പറേറ്റഡ്? നമുക്ക് ഏജ് റിലാക്സേഷൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണോ? ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകുക. ഇനി എക്സ് സർവീസ്മാൻ ആണോ? ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. യെസ് കൊടുത്തു കഴിഞ്ഞാൽ സർവീസ് പീരീഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് പിന്നീട് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകുക. ഇനി അതേപോലെ തന്നെ ഡിസേബിൾഡ് എക്സ് സർവീസ്മാൻ ആണോ? ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, ദേണ്ട ഇവിടെ പീരീഡ് ഓഫ് സർവീസ് ഇൻ മന്ത്സ് നമുക്ക് കൊടുക്കണം. യെസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതാത് കാര്യങ്ങൾ വായിച്ചിട്ട് അത് എക്സ് സർവീസുകാർ അതാത് കാര്യങ്ങൾ വായിച്ചിട്ട് അത് കൊടുക്കുക. ആർ യു എ ഡിപ്പെൻഡന്റ് ഓഫ് സർവീസ് സ്കിൽഡ് ഇൻ ആക്ഷൻ? ആണെങ്കിൽ യെസ് കൊടുക്കുക. നമ്മളൊരു ഡിപ്പെൻഡന്റ് ആണോ? ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകുക. ആർ യു ഓൾറെഡി വർക്കിംഗ് ഇൻ SBI ഇൻ ക്ലറിക്കൽ കേഡർ? അപ്പം നിങ്ങൾ ഓൾറെഡി SBIയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണോ? ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. ഹാവ് യു ഏർലിയർ എംപ്ലോയിഡ് ഇൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് റിസൈൻ ഫ്രം ദി ബാങ്ക് വൈൽ ഇൻ ക്ലറിക്കൽ കേഡർ? നിങ്ങൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണോ? നിങ്ങൾ റിസൈൻ ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുന്നതാണോ? ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകുക. ഡു യു ഹാവ് റെക്കോർഡ് ഓഫ് ഡിഫോൾട്ട് ഇൻ റീപേയ്മെന്റ് ഓഫ് ലോൺ, ക്രെഡിറ്റ് കാർഡ്? അതായത് നമുക്ക് സിബിൽ സ്കോറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. ഓക്കെ, അപ്പം അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അത് നിങ്ങൾക്കുണ്ടെങ്കിലും അത് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ജോയിനിങ് സമയത്തേക്ക് നിങ്ങൾക്ക് അതൊക്കെ ശരിയാക്കാനുള്ള ടൈം നമുക്ക് എന്തായാലും ഒരു 6 മാസം കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ അത് നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. ഈസ് ദെയർ അഡ്വേഴ്സ് റിപ്പോർട്ട് റിഗാർഡിംഗ് ക്യാരക്ടർ, മോറൽ? ഇപ്പം നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒഫൻസോ കാര്യങ്ങൾ നിങ്ങളുടെ ക്യാരക്ടറിനോ ഇതിനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അപ്പം അങ്ങനെയൊന്നും കാണില്ല അല്ലേ? ഓക്കെ, അപ്പം നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക. ആൻഡ് അടുത്തത് എന്താ? സ്റ്റേറ്റ് വിച്ച് ദി പ്രിലിമിനറി എക്സാമിനേഷൻ സെന്റർ. അപ്പം നമുക്ക് പ്രിലിംസ് എവിടെ എഴുതാം? അപ്പോൾ നമ്മുടെ SBIയുടെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ ഏത് സ്റ്റേറ്റ് വെച്ചാലും ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഏത് സർക്കിളിലേക്ക് അപ്ലൈ ചെയ്താലും നമുക്ക് പ്രിലിംസ് എവിടെ വേണമെങ്കിലും എഴുതാം, പ്രിലിംസും മെയിൻസും. അപ്പം നമ്മൾ കേരളമാണ് വെച്ചത്, സോ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ എന്ത് ചെയ്യാം? പ്രിലിംസ് എഴുതാം. ഇപ്പം നിങ്ങൾ വേറൊരു സ്റ്റേറ്റ് ആണ് വെച്ചതെങ്കിൽ പോലും നിങ്ങൾക്ക് കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രിലിംസും മെയിൻസും ഒക്കെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ ഏത് സെന്ററാണോ പ്രിലിമിനറി എക്സാമിനേഷന് കൊടുക്കുന്നത് അതും കൊടുക്കുക. അതേപോലെ തന്നെ നമ്മളുടെ മെയിൻസിനും ഏത് സെൻറ്റർ ആണോ അത് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഐ ഇൻറ്റെൻഡ് ടു ബ്രിങ് ദി ഫോളോയിങ് ID വെൻ അപ്പിയറിംഗ് ദി എക്സാമിനേഷൻ. അപ്പം നമ്മൾ എക്സാമിനേഷന് പോകുമ്പോൾ ഞാൻ ഇന്ന ID ആണ് കൊണ്ടുപോകുന്നത്, അത് നിങ്ങളുടെ കയ്യിലുണ്ട്. പേരും കാര്യങ്ങളും എല്ലാം അതിൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യെസ് കൊടുത്തതിന് ശേഷം ഏതാണോ കൊണ്ടുപോകുന്നത്, ഇപ്പോൾ ആധാർ ആണെങ്കിൽ ആധാർ, അതിൻ്റെ നമ്പർ നിങ്ങൾ കൊടുക്കണം. Okay, then kindly indicate the medium of paper in the preliminary and mains examination. How you would like the paper to presented to you? അതായത് നമ്മളുടെ മീഡിയം ഏതാണ്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഹിന്ദിയോ ഇംഗ്ലീഷ് മലയാളം എന്തായാലും ഇംഗ്ലീഷ് ഉണ്ടാകും. ഓക്കെ, ഏത് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ ഹിന്ദിയുടെ ഫോണ്ടാണ് ഇച്ചിരൂടെ ചെറുത്, മലയാളത്തിൻ്റെ ഫോണ്ട് ഇച്ചിരൂടെ വലുതാണ്. അപ്പോൾ നമുക്ക് വായിക്കാൻ, അതായത് നമുക്ക് സ്ക്രീനിൽ ക്വസ്റ്റ്യൻസ് കാണാൻ ഇച്ചിരും കൂടെ നല്ലത് ഇംഗ്ലീഷ് ഹിന്ദി ആയിരിക്കും. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. ഇതൊന്നും തെറ്റാൻ പാടില്ല. ഓക്കെ,
ഇനി അടുത്ത എന്താ, നമ്മുടെ ജെൻഡർ കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ട്വിൻ ബ്രദറോ സിസ്റ്ററോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. കാരണം നമ്മളെ പോലെ തന്നെ വേറൊരാൾ എക്സാം എഴുതാൻ വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇനി നിങ്ങളുടെ മെറിറ്റൽ സ്റ്റാറ്റസ് എന്താണോ, മാരീഡ് ആണെങ്കിൽ മാരീഡ് കൊടുക്കുക, അൺമാരീഡ് ആണെങ്കിൽ അൺമാരീഡ് കൊടുക്കുക. ഓക്കെ. ഇനി അതേപോലെ തന്നെ നമ്മളുടെ ഫാദേഴ്സ് നെയിം കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ SLCയുടെ സർട്ടിഫിക്കറ്റിലെ പോലെ തന്നെ തെറ്റാതെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതേപോലെ തന്നെ നിങ്ങളുടെ മദേഴ്സ് നെയിം കൊടുക്കുക. ഓക്കെ. ഇനിയും താഴേക്ക് വരുമ്പോൾ നമ്മളുടെ അഡ്രസ്സ് അതും തെറ്റാതെ തന്നെ കൊടുക്കുക. ഓക്കെ. ഇനിയും ബാക്കി എന്താ, നമ്മളുടെ ഡിസ്ട്രിക്റ്റും കാര്യങ്ങളും എല്ലാം കൊടുക്കുക. ഡിസ്ട്രിക്ട്, അതേപോലെ തന്നെ നമ്മളുടെ സ്റ്റേറ്റ്, ദെൻ പിൻകോഡ്. ഓക്കെ. ഇനി നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സും കറസ്പോണ്ടന്റ് അഡ്രസ്സും ഒക്കെ സെയിം ആണെങ്കിൽ അതാത് തന്നെ കൊടുക്കുക. ദെൻ നിങ്ങളുടെ GST അത് സെയിം ആണോ, ഏത് കൊടുത്താലും ഒരേപോലെ തന്നെയാണ്. ഓക്കെ. ഇനി നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വാലിഡേറ്റ് ചെയ്യാം. മേ ബി നമ്മൾ കൊടുത്തതിനകത്തിലൊക്കെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ എറർ അവിടെ കാണിക്കും. എറർ ഒന്നും ഇല്ല, എല്ലാം കറക്റ്റ് ആയിട്ടാണെങ്കിൽ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ടേക്ക് പോകുക. ഓക്കെ. ഇനി നമ്മുടെ ഗ്രാജുവേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ പാസ്ഡ് ആണ്, പാസ്ഡ് കൊടുക്കുക. നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ അത് കൊടുക്കുക. ഓക്കെ. നമ്മൾ ഏത് കോളേജിലാണോ പഠിച്ചത് ആ കോളേജ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി കൊടുക്കുക. ഇതിലൊന്നും തെറ്റ് വരാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അതേപോലെ തന്നെ നമ്മളുടെ ഡേറ്റ് ഓഫ് പാസിംഗ് അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കും. അതാത് ഡേറ്റ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ചിലരുടെ റിസൾട്ട് വന്നിട്ടേ ഉള്ളായിരിക്കും, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി കാണത്തില്ല. നിങ്ങളുടെ റിസൾട്ട് എന്നാണോ ഓൺലൈനായിട്ട് വന്നത് ആ ഡേറ്റ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്, ഒരു പ്രശ്നവും ഇല്ല അതിന്. ഓക്കെ. ദെൻ പെർസെൻറ്റേജ് എത്രയാണോ നിങ്ങളുടെ പെർസെൻറ്റേജ് മാർക്ക്, അതേപോലെ തന്നെ നിങ്ങളുടെ ഗ്രേഡ് ഏതാണോ, നിങ്ങളുടെ ക്ലാസ് ഏതാണോ, ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഏതാണോ അത് കൊടുക്കുക. ഓക്കെ. നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. ദെൻ നിങ്ങൾ വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് കാണിക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ അതൊന്നും മാൻഡേറ്ററി അല്ല. ഓക്കെ. ഇനി എന്താ, നമ്മളുടെ ലാംഗ്വേജസ് നമുക്ക് എന്തായാലും മലയാളം ഉറപ്പായിട്ട് നമ്മൾ അറിയണം. അപ്പോൾ അത് റീഡ്, റൈറ്റ് ആൻഡ് സ്പീക്ക് കൊടുക്കുക. ഇനി പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജസ് അറിയാം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം, അപ്പോൾ ഇംഗ്ലീഷ് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹിന്ദി അറിയാമെന്നുണ്ടെങ്കിൽ ഹിന്ദിയും കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജസ് അറിയാമോ അതെല്ലാം കൊടുത്ത് വാലിഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്തോ ഒരു എറർ കാണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതെന്താണ്? ഗ്രാജുവേഷൻ ഇക്വലൻറ്റ്. ഓക്കെ. അത് മുഴുവൻ കൊടുക്കാഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു അല്ലേ. ഞാൻ ജസ്റ്റ് വെയിറ്റ്. ഓക്കെ. അപ്പോൾ ഇനി ഓക്കെ ആകുമെന്ന് തോന്നുന്നു. ഞാനത് ഫുള്ള് നേരം ജസ്റ്റ് മുന്നോട്ടേക്ക് വേഗത്തിൽ. ഓക്കെ. ഇതെല്ലാം കറക്റ്റായി വെരിഫൈഡ് സക്സസ്ഫുള്ളി കാണിച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. ഓക്കെ. ഇനി നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ദേ കാണിക്കുന്നുണ്ട്. ഓരോന്നും ഓരോ സെൻറ്റൻസും നന്നായിട്ട് വായിക്കുക. നമ്മളുടെ അതായത് ഫുൾ നെയിം കൊടുത്തത്, നമ്മൾ ഏത് സർക്കിളാണ് കൊടുത്തത്, നമ്മൾ കൊടുത്ത നമ്മുടെ സ്റ്റേറ്റ് കറക്റ്റ് ആണോ, ലാംഗ്വേജ് കറക്റ്റ് ആണോ, നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആണോ, നമ്മളുടെ പേര്, അഡ്രസ്സ്, അതേപോലെ നമ്മളുടെ ഏതാണോ നമ്മുടെ ID കൊടുത്തത്, ID കൊടുത്ത നമ്പർ കറക്റ്റ് ആണോ, നമ്മൾ മീഡിയം ഏതാണോ കൊടുത്തത്, അതേപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. നമ്മളുടെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, അഡ്രസ്സ്, കാര്യങ്ങളെല്ലാം ഞാൻ ഒന്നുകൂടെ പറയാണ്. എല്ലാം ഓരോ സെൻറ്റൻസും നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം എല്ലാം കറക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ ഗ്രാജുവേഷൻ, പാസിംഗ് ഇയർ, അതേപോലെ നമ്മുടെ കോളേജ്, പിന്നെ നമ്മൾ കൊടുത്ത ലാംഗ്വേജ് എല്ലാം നിങ്ങൾ ഓക്കെ ആണ്, കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദാണ്ട് ഇവിടെ ഐ അഗ്രിയിൽ ഡയലോഗ് ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ഐ കൺഫേം ദാറ്റ് മൈ നെയിം ആസ് ഫിൽഡ് ബൈ മീ ഇൻ ദി ആപ്ലിക്കേഷൻ ഫോം എക്സാക്ട്ലി മാച്ചസ് വിത്ത് ദി നെയിം ഇൻ മൈ ID പ്രൂഫ്. നമ്മൾ കൊണ്ടുപോകുന്ന ID പ്രൂഫിലും നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുത്ത നെയിമും കറക്റ്റ് ആണോ, യെസ് എങ്കിൽ ഐ കൺഫേം കൊടുക്കുക. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക. പക്ഷേ മാക്സിമം അതാത് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ദെൻ കംപ്ലീറ്റ്. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കാം. ഓക്കെ. ഇനി നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും നമുക്ക് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കുക, അതേണ്ട ഇവിടെ ഗൈഡ് ലൈൻസ് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ. ദെൻ നമ്മുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ കൊടുക്കുക.
അപ്ലോഡ് ചെയ്യുക. വേണ്ട, നമുക്കിവിടെ ഇതേപോലെ എന്ത് കാണാൻ പറ്റും? പ്രിവ്യൂ കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ കൊടുക്കാം. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനകത്തിൽ നേരത്തേതല്ല. ഓക്കെ, വൺ സെക്കൻഡ്. ഇതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതല്ലല്ലോ. വൺ സെക്കൻഡ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഇതാണ്. കാരണം നമുക്കിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ ആഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ചെയ്തത് നമ്മൾ RRBക്കും അതേപോലെ തന്നെ IBPSനും കൊടുത്തതാണ്. ഇവിടെ നോക്കിക്കേ, I-5R അതേപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്നതാണ് നമ്മളുടെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. തിരിഞ്ഞു പോകരുത്. SBIയുടേതിന് സെപ്പറേറ്റ് ആണ്, മറ്റേത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാത്തതാണ്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചോണം. ഓക്കെ, യെസ്. അപ്പോൾ പ്രിവ്യൂ നമുക്ക് കാണാം. ഇനി നമ്മൾ സെക്യൂരിറ്റി കോഡ് അടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ പ്രോസസ്സ് തീരാറായി. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, നോക്കിക്കേ, അപ്പോൾ എല്ലാ ഡേറ്റയും കറക്റ്റാണ്. ഇനി അതിനുശേഷം ഒരു എഡിറ്റും പറ്റില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? തീർന്നിട്ടില്ല. നമ്മൾ പേയ്മെൻറ്റ് അടച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്യത്തുള്ളൂ? കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളുടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ UPIയോ ഏത് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? നിങ്ങളുടെ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. പേയ്മെൻറ്റ് കംപ്ലീറ്റ് 750 രൂപ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? നിങ്ങളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. ഓക്കെ, അങ്ങനെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളുടെ അപ്ലൈ ഓൺലൈനിലേക്ക് വന്നതിന് ശേഷം ഇനി എന്ത് ചെയ്യുക? ലോഗിൻ ഫോർ ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ്. അതിൽ നിങ്ങളുടെ ഫോണിലും മെയിലിലും ഒക്കെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും വന്നിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ലോഗിൻ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക. നാളെ നമുക്ക് മെയിൻസൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഫോം കാണിക്കേണ്ടി വരും. ഓക്കെ, അതേപോലെ നിങ്ങൾ നമ്മളുടെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം റെസിപ്റ്റും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി നിങ്ങളുടെ കയ്യിലാണ് ബാക്കി. നന്നായിട്ട് എല്ലാവരും പഠിക്കുക. All the best.